അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇടയ്ക്കിടെ കഅബ സന്ദർശിക്കുമായിരുന്നു. കഅബ ത്വാഫ് ചെയ്യൽ അവരുടെ ദിനചര്യകളിൽപ്പെട്ടതായിരുന്നു. അങ്ങനെ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന അവസരത്തിലാണ് അവർ ഇതുപോലെ കഅബ ത്വാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത്. കഅബയുടെ സമീപത്ത് വെച്ചുകൊണ്ട് ബീവിക്ക് പ്രസവ വേദന അനുഭവപ്പെടുന്നു. ആളുകൾ അവരെ കഅബയിലേക്ക് തന്നെ പ്രവേശിപ്പിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു കഅബയിൽ വെച്ചിട്ടാണ് ജനിക്കുന്നത്. ജനിച്ച ഉടനെ അബൂ ത്വാലിബ് കച്ചവട ആവശ്യാർത്ഥം മറ്റേതോ നാട്ടിലായിരുന്നു. ഉമ്മ അദ്ദേഹത്തിന് പേരിട്ടു സിംഹം എന്ന അർത്ഥത്തിലുള്ള അസദ്. അത്രയും ധീരനായി വളരാനായിരുന്നു ഉമ്മയുടെ തീരുമാനം. ബാപ്പ കച്ചവട യാത്രകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് തൻ്റെ ഭാര്യ പ്രസവിച്ചതും ഭാര്യ കുഞ്ഞിന് പേരിട്ടതെല്ലാം അറിയുന്നത്. ഉടനെ അദ്ദേഹത്തിന് ഈ അസദ് എന്ന പേര് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പേര് മാറ്റുന്നു അലി. ചരിത്രത്തിൽ മനോഹരമായ ചരിത്ര അധ്യായങ്ങളാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ധീരതയുടെ, അനർഘളമായ ദീനിൻ്റെ വിശ്വാസവും പാണ്ഡിത്യവും പേറിയ ആ മഹാമനീഷിയുടെ, ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ തുടങ്ങി മനോഹരമായ ചരിത്രങ്ങൾ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയും ഉപ്പയും നഷ്ടമായതോടുകൂടെ പ്രവാചകനെ പോറ്റി വളർത്തിയിരുന്നത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവായ അബൂ ത്വാലിബായിരുന്നു. സ്വന്തം മക്കളായ ജഅഫറിനേക്കാളും മറ്റു മക്കളെക്കാളും ഒക്കെ ഇവർ അത്രമേൽ പ്രിയത്തോടെ നോക്കിയിരുന്നത് മരിച്ചുപോയ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായ ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. തൻ്റെ മക്കളെ ഊട്ടുന്നതിന് മുമ്പ് പ്രവാചകന് ഭക്ഷണം കൊടുക്കുകയും അത്രമേൽ സ്നേഹത്തോടെ ലാളിക്കുകയൊക്കെ ചെയ്ത് പരിചരിച്ചിരുന്ന അബൂ ത്വാലിബ് അങ്ങനെ കാലം അങ്ങനെ കഴിഞ്ഞുപോയി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹത്തിന് ശേഷം ഖദീജ ബീവിയുടെ സമ്പത്തൊക്കെ കയ്യിൽ വന്നപ്പോൾ അത്യാവശ്യം നല്ല സമ്പത്തുണ്ടായിരുന്നു പ്രവാചകൻ്റെ കയ്യിൽ. പക്ഷേ അബൂ ത്വാലിബിൻ്റെ അവസ്ഥയാകട്ടെ വളരെ മോശമായിരുന്നു. സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലായിരുന്നു, പട്ടിണിയിലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു വരുത്തുന്നത്. എന്നിട്ട് പറഞ്ഞു, അബൂ ത്വാലിബ് ഇപ്പോൾ കാര്യമായ ബുദ്ധിമുട്ടുകളിലാണ്, അവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അവരുടെ 2 മക്കളെ നമുക്ക് 2 പേർക്കും ഏറ്റെടുത്ത് വളർത്താം. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് സമ്മതിക്കുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ ഏറ്റെടുത്തിട്ട് വളർത്തുന്നു. അന്ന് 8 വയസ്സോളം മാത്രം പ്രായമുണ്ടായിരുന്ന ചെറിയ കുട്ടിയായിരുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അതിലും ചെറിയ പ്രായമായിരുന്നു എന്നും പല ഗ്രന്ഥങ്ങളിലും നമുക്ക് വായിച്ചെടുക്കാം. അങ്ങനെ ഖദീജ ബീവി സ്വന്തം മകനെ പോലെ തന്നെയാണ് അലി റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ വളർത്തുന്നത്. ഇസ്ലാമിക പ്രഖ്യാപനവുമായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോൾ ആദ്യമായിട്ട് വിശ്വസിക്കുന്നത് ഖദീജ ബീവിയാണ്. ആ ഖദീജ ബീവിയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നാട്ടിൽ ആരും നടത്താത്ത ദീനീപരമായ ആരാധന കർമ്മങ്ങളും നിസ്കാരങ്ങളൊക്കെ നടത്തുന്നത് കണ്ട അലി റളിയല്ലാഹു അൻഹു എന്താണ് ഇതെന്ന് ചോദിച്ചറിയുകയും ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ആ ആശയാദർശങ്ങൾ ഹൃദയത്തിൽ അത്രമേൽ സ്വാധീനിച്ച അലി റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പിതാവിനോട് പോലും സമ്മതം ചോദിക്കാതെയാണ് ഇത്രയും ചെറിയ പ്രായമുള്ള കുട്ടി, ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന കുട്ടി എന്ന പദവിയും അലി റളിയല്ലാഹു അൻഹുവിലേക്ക് തന്നെയാണ് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് നടന്ന ഒരു മനോഹരമായ സംഭവം ഹിജ്റയുടെ വേളയിലാണ്. അദ്ദേഹത്തിൻ്റെ സുദീർഘമായ ജീവിത പരമ്പരകളിലേക്കൊന്നും നമ്മൾ കാലെടുത്ത് വെക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ധീരതയുടെയും അറിവിൻ്റെയും ഫാത്തിമ ബീവിയുടെ വിവാഹ പ്രണയ കഥകളിലേക്ക് മാത്രം ഒന്ന് എത്തി നോക്കുക മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഹിജ്റ പോകുന്ന വേളയിൽ അന്ന് മക്കയിൽ പിന്നീട് അവശേഷിക്കുന്നത് 3 പേരാണ്. അബൂബക്കർ തങ്ങളുടെ ചരിത്രത്തിൽ ആ ഹിജ്റയുടെ ഒരു ഏകദേശം ഭാഗങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു വെച്ചതാണ്. അലി റളിയല്ലാഹു അൻഹുവും അബൂബക്കർ തങ്ങളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും. പിന്നീട് ഈ അടിമകളായ കുറച്ച് സ്വഹാബത്ത് മാത്രമേ അന്ന് മക്കയിൽ അവശേഷിക്കുന്നുള്ളൂ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും ഒരു രാത്രി ഇറങ്ങി പുറപ്പെടാനിരിക്കുന്ന വേളയിൽ തന്നെയാണ്, അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ പദ്ധതികൾ മുഴുവനും അലി യാർ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും അന്നേ ദിവസം രാത്രിയിൽ
പ്രവാചകനെ കൊല്ലാൻ കാത്തു വരുന്ന മക്ക മുശ്രിക്കീങ്ങൾക്ക് കിടന്നു കൊടുക്കേണ്ടത്, പ്രവാചകൻ്റെ ബെഡിൽ കിടക്കേണ്ടത് അലി തങ്ങളാണ്. എൻ്റെ ബെഡിൽ എൻ്റെ പുതപ്പ് ഉപയോഗിച്ചിട്ട് അലി നീ ഉറങ്ങണമെന്ന് പ്രവാചകൻ പറയുന്നു. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹുവിനെ മനോഹരമായ ഒരു ദൗത്യം കൂടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കുന്നു. മക്കയിലെ കാലത്ത് ബാങ്കിങ് സിസ്റ്റങ്ങളോ മറ്റു ശേഖരണ സിസ്റ്റങ്ങളോ ഒന്നും ഇല്ലാത്തിരുന്ന സമയത്ത് മക്ക മുശ്രിക്കീങ്ങൾ അവരുടെ സമ്പത്ത് ശേഖരിക്കാൻ, സേവ് ചെയ്ത് വെക്കാൻ, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് അവർ കള്ളൻ എന്ന് വിളിച്ചിരുന്ന, ഭ്രാന്തൻ എന്ന് വിളിച്ചിരുന്ന അതേ പ്രവാചകൻ്റെ വീട്ടിലാണ്. അവർക്ക് അത്രത്തോളം പ്രവാചകനെ വിശ്വാസം ഉണ്ടായിരുന്നു എന്നർത്ഥം. ആ സമയത്തും എല്ലാ ജനിച്ച നാടും വീടും മണ്ണും സമ്പത്തൊക്കെ ഉപേക്ഷിച്ചിട്ട് പ്രവാചകൻ തിരിച്ചു പോകുമ്പോഴും അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മക്കയിൽ തന്നെ നിർത്തിപ്പോകുന്നത് ആ സമ്പത്തുകളെല്ലാം അതിൻ്റെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമായിരുന്നു. പ്രവാചകൻ ആ വേളയിൽ പോലും കാത്തു സൂക്ഷിക്കുന്ന വിശ്വസ്തത നമ്മൾ കാണാതെ പോകരുത്. അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ പണയം വെച്ചിട്ടാണ് ആ രാത്രി ചെലവഴിക്കുന്നത്. കാരണം പ്രവാചകനെ കൊല്ലാൻ വരുന്ന ഓരോ ഗോത്രങ്ങളിൽ നിന്നുള്ള ഓരോ ആളുകളാണ് തൻ്റെ വീടിന് ചുറ്റും വളഞ്ഞിരിക്കുന്നത്. പ്രവാചകൻ അതിനിടയിൽ എപ്പോഴോ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്നപ്പോൾ അവരുടെ മുന്നിലേക്ക് വരുന്നത് അലി റളിയല്ലാഹു അൻഹു ആണ്. ദേഷ്യം കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ അവരെ കൊന്നു കളയുക പോലും ചെയ്യാം. ആ അവസരത്തിലാണ് ജീവൻ പണയം വെച്ചുകൊണ്ട് പ്രവാചകൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ധീരമായ നിലപാടെടുത്തിട്ട് അലി റളിയല്ലാഹു അൻഹു ആ ബെഡിൽ കിടക്കുന്നത്. പിന്നീട് മദീനയിലേക്ക് വന്ന് കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ട് അലിയാർ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു സമാധാനവും ലഭിക്കാതെ ഉറങ്ങാതെ കിടന്നിരുന്ന ഒരു രാത്രിയാവുമല്ലേ അത്? അലി തങ്ങൾ മറുപടി പറയുന്നു, അതുപോലെ മനോഹരമായി ഉറങ്ങിയ ഒരു രാത്രി എൻ്റെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു സമാധാനവും സന്തോഷവുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഇറക്കി കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ്റെ വീട്ടിൽ തന്നെ ചെറിയ പ്രായം മുതലേ വളർന്നത് കൊണ്ട് തന്നെ പ്രവാചകൻ്റെ മുഴു സാമീപ്യവും അത്രയും പ്രവാചകൻ്റെ അടുത്ത് നിന്നുള്ള അറിവുകളൊക്കെ ശേഖരിക്കാനുള്ള മഹാഭാഗ്യം അലിയാർ തങ്ങൾക്ക് കൈവരുന്നുണ്ട്. ഖലീഫമാർ പോലും പല വിഷയത്തിലുള്ള സംശയങ്ങളും, ഫിഖ്ഹി സംശയങ്ങളും മറ്റു അറിവ് സംശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിച്ചിരുന്നത് ഈ അലി റളിയല്ലാഹു അൻഹുവിനെയാണ് എന്നതിൽ ചരിത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹും അബൂബക്കർ തങ്ങളൊക്കെ പലപ്പോഴായിട്ട് അലിയാർ തങ്ങളുടെ അടുത്തേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരാറുണ്ടായിരുന്നു. മനോഹരമായി കവിത പാടുന്ന അലിയാർ തങ്ങളുടെ ഒരുപാട് കവിതകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഫാത്തിമ ബീവിയുമായിട്ടുള്ള ഒരുപാട് പ്രണയ കവിതകൾ, പ്രവാചകനുമായിട്ടുള്ള കവിതകൾ, അദ്ദേഹത്തിൻ്റെ ധീരതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കവിതകൾ. പക്ഷേ ഖുർആൻ ഇറങ്ങിയതിനു ശേഷം പിന്നീട് അദ്ദേഹം കവിതകൾ പാടിയിട്ടില്ല. ആ ഖുർആനിൽ അത്രമേൽ ആഴത്തിലേക്ക് അദ്ദേഹം ഇറങ്ങി ചെല്ലുന്നുണ്ട്. ആ ജ്ഞാനശേഖരങ്ങളിൽ നിന്ന് അദ്ദേഹം അത്രത്തോളം ശേഖരിക്കുന്നുണ്ട്. അത്രത്തോളം നിറഞ്ഞ പാണ്ഡിത്യത്തിൻ്റെ ഉടമയായിരുന്നു അലി റളിയല്ലാഹു അൻഹു. അറബി ഭാഷയും അതിൻ്റെ വ്യാകരണമൊക്കെ തുടങ്ങുന്നത് അലിയാർ തങ്ങളാണ് എന്നുള്ളത് ചരിത്രമാണ്. പിന്നീട് മദീനയിലേക്ക് എത്തി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഹിജ്റക്ക് പോയി എല്ലാവരും പോയി 3 ദിവസമാണ് അലിയാർ തങ്ങൾ ഈ മക്കയിൽ തന്നെ താമസിക്കുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ച എല്ലാവിധ കാര്യങ്ങളും തീർത്തിട്ട് പിന്നീട് ഖുബാ പള്ളിയിലേക്ക് വന്നിട്ട് ബോധം കെട്ട് വീഴുന്ന അലിയാർ തങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ വന്നിട്ട് അദ്ദേഹം അത്രയും കാലത്തെ യാത്രാക്ഷീണമൊക്കെ കാരണം ബോധം കെട്ട് വീഴുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ആളുകൾ എടുത്തു കൊണ്ടുപോകുന്നു. ഖുബൈലാണ് അന്ന് പ്രവാചകനും അലിയാർ തങ്ങളെ രണ്ടുപേരും ഒരേ സമയമാണ് അവിടെ എത്തുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ ചേർത്ത് പിടിക്കുന്നുണ്ട്. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ബദർ യുദ്ധത്തിൻ്റെ വിളി വരുന്നു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ധീരത പ്രകടമാകുന്ന മനോഹരമായ സംഭവം. ആദ്യമായിട്ട് ദ്വന്ദ്വ യുദ്ധത്തിനുള്ള 3 ആളുകളെ പറഞ്ഞേക്കാൻ വേണ്ടി ഖുറൈശികൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ അൻസാറുകളായ 3 സ്വഹാബത്തിനെ പ്രവാചകൻ വിടുന്നു. പക്ഷേ അൻസാറുകളെയല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഒളിച്ചോടിപ്പോന്ന മക്കയിൽ നിന്നുള്ള സ്വഹാബത്തിനെയാണ് വേണ്ടതെന്ന് പറയുന്നു. അങ്ങനെ ഒരാളെ പറഞ്ഞേക്കുന്നതിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഈ അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. തൻ്റെ എതിരാളിയായി വന്ന ധീരശൂര പരാക്രമിയായ വലീദിനെ അവിടുത്തെ പ്രഖ്യാതമായ വാൾ ദുൽഫുകാർ, പ്രവാചകൻ്റെ സമ്മാനമായ ആ വാള് കൊണ്ട് നിമിഷം കൊണ്ട് അലി റളിയല്ലാഹു അൻഹു തകർത്ത് കളയുന്നതാണ് ബദർ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ നമ്മെ രേഖപ്പെടുത്തുന്ന ചരിത്രം. പിന്നീടാണ് പ്രവാചകൻ്റെ പുന്നാര മകൾ അവിടുത്തെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവിയുമായിട്ട് ഈ അലിയാർ തങ്ങളുടെ വിവാഹം ഉറപ്പിക്കുന്നതും അതിൻ്റെ മറ്റു പ്രണയാതുരമായ ജീവിത സാഹചര്യങ്ങൾ. അബൂബക്കർ തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ വന്നിട്ട് അലിയാർ തങ്ങളോട് പറയുന്നുണ്ട്, നബിയുടെ മകളുടെ വിവാഹം ആലോചിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു, നബിയോട് പോയിട്ട് ചോദിക്കുക. അദ്ദേഹത്തിന് ഭയങ്കര ലജ്ജയായിരുന്നു പ്രവാചകനോട് ഈ കാര്യം സംസാരിക്കാൻ. മറ്റു പല പ്രമുഖ സഹാബിമാരും ഒക്കെ വന്നിട്ട് പ്രവാചകനോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നുണ്ട്. പക്ഷേ പ്രവാചകൻ്റെ മനസ്സിൽ മറ്റെന്തോ ആയിരുന്നു.
അങ്ങനെയാണ് ഒരു ദിവസം നാണം കുടുങ്ങിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വീട്ടിലെത്തുന്നത്. ആ സമയത്ത് ആയിഷ ബീവിയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വീട്ടിലിരിക്കുന്ന സമയമാണ്. അലി തങ്ങൾ ഒന്നും പറയാതെ വീട്ടുവാടിക്കൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, എന്താണ് അലി, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല നബി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. വീണ്ടും പ്രവാചകൻ നിർബന്ധിച്ചപ്പോൾ അലി തങ്ങൾ പറയുന്നുണ്ട്, ഫാത്തിമ എനിക്ക് വിവാഹം ചെയ്തു തരുമോ നബിയെ? നബി തങ്ങൾ അല്പനേരം നിശബ്ദമായിരിക്കുന്നു. പിന്നീട് അലിയാർ തങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, അലി, ഫാത്തിമ നിനക്കുള്ളതാടാ. അത്രമേൽ സ്നേഹത്തോടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മകളെ അലി റളിയല്ലാഹു അൻഹുവിന് നൽകുകയാണ്. വളരെ സന്തോഷപൂർണമായ ദിവസമായിരുന്നത്. അലിയാർ തങ്ങളുടെ കയ്യിൽ മഹറായിട്ട് കൊടുക്കാൻ പോലും ഒന്നുമില്ല, സമ്പത്തില്ല. അങ്ങനെയാണ് നബി ദാനമായി നൽകിയിരുന്ന ഒരു പടയങ്കി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടിയ 400 ദിർഹമാണ് മഹറായിട്ട് ഫാത്തിമ ബീവിക്ക് നൽകുന്നത്. ഫാത്തിമ ബീവിയോടും വിവാഹത്തിൻ്റെ സമ്മതങ്ങൾ ചോദിക്കുന്നു. അവർക്കും പൂർണ്ണ സമ്മതമായിരുന്നു. കാരണം അലി റളിയല്ലാഹു അൻഹു എല്ലാവർക്കും അറിയുന്നതാണ്, തൻ്റെ വീട്ടിൽ വളർന്ന അത്രയും സ്നേഹാതുരമായ 2 മക്കൾ, അവരുടെ വിവാഹവേള എന്നുള്ളത് മദീനയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപൂർണ്ണമായ ഒരു ദിവസമായിരുന്നു. അബൂബക്കർ തങ്ങളോടും ബിലാൽ തങ്ങളോടൊക്കെ പോയിട്ട് സുഗന്ധം വാങ്ങിക്കൊണ്ടുവരാൻ പറയുന്നുണ്ട്, പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പറയുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക വീട് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. വളരെ സന്തോഷപൂർണ്ണമായ ദിവസമായിരുന്നു. മദീനയിലേക്ക് എത്തിയതിന് ശേഷം ബദറുദ്ദൊക്കെ കഴിഞ്ഞവരുടെ വളരെ സന്തോഷങ്ങളുള്ള ഒരു ദിവസമായിരുന്നു ഈ ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും വിവാഹം. കാരണം ഫാത്തിമ അത്രയും പ്രിയപ്പെട്ട പ്രവാചകൻ്റെ കരളിൻ്റെ കഷ്ണമായിരുന്നു. ആ സ്നേഹവും അവരുടെ വാത്സല്യവും ഒക്കെ എല്ലാവർക്കും സുപരിചിതമായിരുന്നു. അലിയാർ തങ്ങളാകട്ടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സഹാബിയും. അവരുടെ വിവാഹം അവർ കെങ്കേമമായിട്ട് കൊണ്ടാടുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവിധ ഒരുക്കങ്ങളോടുകൂടെ ആ വിവാഹം നടത്തി കൊടുക്കുന്നുണ്ട്. അലിയാർ തങ്ങളുടെ കയ്യിൽ വലിയ പൈസയോ സമ്പത്തൊന്നുമില്ല. പ്രവാചകനും ഭാര്യ ആയിഷ ബീവിയൊക്കെ ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിനക്ക് ചിലപ്പോൾ വലിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ സാധിച്ചെന്ന് വരില്ല, ചിലപ്പോൾ പട്ടിണി അടക്കേണ്ടി വരും. പക്ഷേ അലി നിന്നെ അത്രമേൽ പ്രിയത്തോടെ സ്നേഹിക്കുന്നുണ്ട്, അത് നീ കാണാതെ പോകരുതെന്ന് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ദാമ്പത്യ ജീവിതം അങ്ങനെ മനോഹരമായിട്ട് അവിടെ ആരംഭിക്കുകയാണ്. ഫാത്തിമ ബീവി ഗർഭിണിയായിരിക്കുന്നൊരു വേളയിലാണ് മധുരമുള്ള ഈന്തപ്പഴം തിന്നാൻ ഉള്ള കൊതി ഫാത്തിമ ബീവി അലിയാർ തങ്ങളോട് പറയുന്നത്. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണപാത്രം അടച്ചു വെച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ചന്തയിലേക്ക് ചെല്ലുകയാണ്. തൻ്റെ അരപ്പട്ട അവിടെ ഊരിക്കൊടുത്ത് അതിന് കിട്ടുന്ന മനോഹരമായ മധുരമുള്ള ഈന്തപ്പഴം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു യാചകൻ തൻ്റെ മുന്നിൽ കൈ നീട്ടുന്നു. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും തരണം. അത്രയും തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് സ്നേഹത്തോടെ വാങ്ങിയ ആ ഈന്തപ്പഴം അലിയാർ തങ്ങൾ ആ യാചകൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൾ പടിവാതിൽക്കൽ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് അലി റളിയല്ലാഹു അൻഹു കാണുന്നത്. ഫാത്തിമ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അരപ്പട്ട ഊരിക്കൊടുത്ത് ഈത്തപ്പഴം വാങ്ങിയതാണ്. പക്ഷേ ഒരു യാചകൻ വിശന്നവശനായി എൻ്റെ മുന്നിൽ കൈ നീട്ടിയപ്പോൾ എനിക്ക് മറിച്ചൊന്നും ചിന്തിക്കാനായില്ല ഫാത്തിമ. ഫാത്തിമ ബീവി പറയുന്നൊരു മറുപടി ഉണ്ട് അവിടെ. എനിക്ക് ഈന്തപ്പഴം തിന്നാനുള്ള കൊതിയുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിങ്ങൾ ചെയ്തത്, ആ യാചകനെ ഭക്ഷിപ്പിച്ചത് എനിക്ക് ഈന്തപ്പഴം കിട്ടുന്നതേക്കാൾ എന്നെ സന്തോഷിപ്പിച്ചു എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവി അലിയാർ തങ്ങളോട് മറുപടി പറയുന്നുണ്ട്. പിന്നീടാണ് ഉഹദ് യുദ്ധത്തിനുള്ള വിളിയാളങ്ങൾ വരുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു. അതിൻ്റെ മുന്നിലുള്ള ബദർ യുദ്ധത്തിൽ വിജയിച്ചു വന്ന മുസ്ലിം സൈന്യം ഉഹുദിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലമുകളിൽ അമ്പെയ്യാൻ ഏൽപ്പിച്ചിരുന്നവർ യുദ്ധം വിജയിച്ചു എന്ന് കരുതി താഴേക്ക് ഇറങ്ങി വരികയും പ്രവാചകൻ എന്ത് വന്നാലും ഞാൻ വിളിക്കാതെ നിങ്ങൾ ഇറങ്ങി വരരുത് എന്ന് പറഞ്ഞു നിർത്തിയിരുന്ന സംഘം അവർ യുദ്ധം അവസാനിച്ചു എന്ന് കരുതി ഒനീമത്ത് മുതലുകൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരികയും ശത്രുക്കൾ അതുവഴി അവരെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഉഹദ് യുദ്ധത്തിൽ ആ ശത്രുക്കൾ രണ്ടാമത് വന്ന് വീണ്ടും മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്നവർ ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുന്ന സമയത്തൊക്കെ പ്രവാചകൻ്റെ കൂടെ ശക്തമായ പോരാട്ട വീര്യങ്ങളിൽ ഉറച്ചു നിന്നിരുന്നു ധീരനായ അലി റളിയല്ലാഹു അൻഹു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപല്ല് പൊട്ടി ചോരയൊലിക്കുന്ന വേളയിൽ, ആ യുദ്ധവേളയിൽ പോലും ഫാത്തിമ ബീവി തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്. ആ സമയത്തെല്ലാം ധീരമായി പ്രവാചകനെ സംരക്ഷണ വലയം ഒരുക്കി കൂടെ നിന്നിരുന്ന ധീരനായ സ്വഹാബിയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട മരുമകൻ കൂടിയായ അലി റളിയല്ലാഹു അൻഹു. പിന്നീട് ഖന്തക് യുദ്ധത്തിൻ്റെ വിളിയാളങ്ങൾ എത്തുന്നുണ്ട്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വളരെ പരീക്ഷണം നിറഞ്ഞ യുദ്ധമായിരുന്നു ഖന്തക്കെങ്കിലും
സൽമാൻ അൽ ഫാർസി റളിയല്ലാഹു അൻഹുവിൻ്റെ കിടങ്ങ് കയറിയുള്ള ഒരു പുതിയ തന്ത്രം ആയുധത്തിന് പുതിയ ഊർജ്ജങ്ങൾ നൽകുന്നു. അവിടെ എത്തിയ മക്ക മുശ്രിക്കീങ്ങൾക്ക് ഒന്നും ചെയ്യാനാകാതെ അവർ പകച്ചു നിൽക്കുന്നു. ചില ആളുകൾ മാത്രം കിടങ്ങ് ചാടി ഇപ്പുറത്തേക്ക് എത്തുന്നു. അത് ഏറ്റവും പ്രധാനിയായിരുന്നയാൾ ആമിർ ഇബ്നു അബ്ദുവുദ് എന്ന ധീരശൂര പരാക്രമിയായ മക്കയിലെ പോരാളിയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഒരുപാട് തവണ അദ്ദേഹത്തിന് എതിരെ പോരാടാൻ വേണ്ടി പ്രവാചകനോട് സമ്മതം ചോദിക്കുന്നുണ്ട്. കിടങ്ങ് ചാടി അദ്ദേഹം ഇപ്പുറത്തെത്തിയിരിക്കുകയാണ്. പ്രവാചകൻ ആദ്യമൊന്നും സമ്മതം കൊടുക്കുന്നില്ല. വീണ്ടും വീണ്ടും അയാൾ ഇസ്ലാമിനെതിരെയും പ്രവാചകനെതിരെയും മാർത്തട്ടഹസിച്ച് അദ്ദേഹത്തിൻ്റെ വെല്ലുവിളികൾ തുടർന്നപ്പോൾ പ്രവാചകൻ സമ്മതം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അത്രത്തോളം മക്കയിൽ പേര് കേട്ട വില്ലാളി വീരനായിരുന്നു. ആ സമയത്താണ് പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിടുന്നത്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ദുൽഫുക്കാർ വാളുകൊണ്ട് ആ ആമിർ ഇബ്നു അബ്ദുൽ വുദ്ദിനെ നിഷ്കരണം നിമിഷ നേരം കൊണ്ട് അദ്ദേഹം തകർത്ത് കളഞ്ഞ് കൊല്ലപ്പെടുത്തുന്നുണ്ട്. അത്രയും ധീരമായ പോരാളിയായിട്ട് ഹംദക്കിലും അലി റളിയല്ലാഹു അൻഹു പോരാടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന യുദ്ധമാണ് ഖൈബർ. ഹിജറ 7-ാം വർഷമാണത് സംഭവിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരീക്ഷിക്കപ്പെട്ട ഒരു അവസരമായിരുന്നത്. കാരണം ജൂതരുടെ വലിയ വലിയ കോട്ടകളാണ് ഖൈബറിലുള്ളത്. ഇവിടെ നിന്ന് 70 മൈലുകൾ സഞ്ചരിച്ചിട്ട് വേണം, മദീനയിൽ നിന്ന് 70 മൈലുകൾ സഞ്ചരിച്ചിട്ട് വേണം അവിടെ എത്താൻ. അങ്ങനെയാണ് 14,000 വരുന്നൊരു സൈന്യവുമായിട്ട് ആ കോട്ടകൾ മുഴുവനും പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് പ്രവാചകനും സൈന്യം അവിടേക്ക് ചെല്ലുന്നത്. കോട്ട പിടിച്ചടക്കാനാവുന്നില്ല. ദിവസങ്ങളുടെ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനും വിജയം കാണുന്നില്ല. ശക്തമായ അരക്ഷിതാവസ്ഥ അവിടെ പിടികൂടുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. പ്രവാചകൻ എല്ലാ സ്വഹാബത്തിനെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പറയുന്നു, നാളെ ഒരാൾക്ക് ഞാൻ ഈ യുദ്ധത്തിൻ്റെ പതാക കൈമാറും. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൻ്റെ പ്രവാചകനും തിരിച്ചിഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ ആ കൊടി കൈമാറും. അദ്ദേഹത്തിനാൽ അള്ളാഹു നമുക്ക് ഫത്ഹ് നൽകും എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. അന്നേ ദിവസം ഉറങ്ങുമ്പോൾ എല്ലാവരും അടുത്ത ദിവസം തനിക്ക് ആ കൊടി കൈമാറി കിട്ടണേ, യുദ്ധത്തിൻ്റെ നേതൃത്വാവകാശം തനിക്ക് കിട്ടണേ എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. തടിച്ചുകൂടിയ സ്വഹാബത്തിലേക്ക് കണ്ണയച്ചുകൊണ്ട് പ്രവാചകൻ ചോദിക്കുന്നു, എവിടെ അലി? അദ്ദേഹം മാരകമായ കണ്ണ് രോഗം പിടിപെട്ടുകൊണ്ട് യുദ്ധത്തിൻ്റെ ടെൻറ്റിലാണ് എന്ന് പ്രവാചകനോട് അനുചരർ പറയുന്നു. അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരാൻ പറയുന്നു. മാരകമായ കണ്ണ് രോഗം ബാധിച്ചിരിക്കുകയാണ്. വെളിച്ചത്തിലേക്ക് നോക്കാൻ പോലും സാധിക്കുന്നില്ല. പ്രവാചകൻ അവിടുത്തെ പവിത്രമായ ഉമിനീരെടുത്തിട്ട് മരുന്നായിട്ട് കണ്ണിൽ പുരട്ടി കൊടുക്കുന്നു. നിമിഷ നേരം കൊണ്ട് ആ രോഗം മാറുന്നു. യുദ്ധത്തിൻ്റെ കൊടി അലിയാർ തങ്ങളുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ ധൈര്യത്തോടുകൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോട്ടയിലേക്ക് പറഞ്ഞയക്കുന്നു. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, അല്ലാത്ത പക്ഷം അവരെ വകവരുത്തി കളയുക. അലി റളിയല്ലാഹു അൻഹു ധീരമായിട്ട് തന്നെ കോട്ടയിലേക്ക് ചെന്ന് കയറുകയാണ്. ജൂതരുടെ സൈന്യത്തിൻ്റെ നേതാവായ മുറാഹിസുമായിട്ട് സംസാരിക്കുകയും വെല്ലുവിളികൾ കോർത്ത് അവരുടെ പോരാട്ട വീര്യങ്ങൾക്ക് മുന്നിൽ അതൊരു യുദ്ധത്തിലേക്ക് കലാശിക്കുകയാണ്. മുറാഹിസും അലി റളിയല്ലാഹു അൻഹു തമ്മിൽ ദ്വന്ദ്വയുദ്ധം നടക്കുന്നു. മുറാഹിസിൻ്റെ ആദ്യ വെട്ടിൽ തന്നെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പരിച 2 കഷ്ണമായിട്ട് തെറിച്ചു പോകുന്നുണ്ട്. ഇനി തൻ്റെ മുന്നിൽ പിടിക്കാൻ പരിചകളൊന്നുമില്ല. ചുറ്റും നോക്കിയപ്പോൾ അവിടെ കാണുന്നത് കോട്ടയുടെ ഒരു വാതിൽ മാത്രമാണ്. 40 ആളുകളെ കൊണ്ട് പിടിച്ചാൽ മാത്രം ഉയർത്താനാവുന്ന ആ കോട്ടയുടെ വാതിൽ ധീരനായ അലി റളിയല്ലാഹു അൻഹു തൻ്റെ കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ച് മുറാഹിസിന് നേരെ പ്രയോഗിക്കുന്നു. അതിൽ വെട്ടിയ മുറാഹിസിൻ്റെ തല പിളർന്നു പോവുകയാണ്. മുറാഹിസ് അവിടെ ജീവൻ നഷ്ടപ്പെട്ട് വീഴുന്നു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരമായ ആ ഒരൊറ്റ പ്രയത്നത്താൽ ആ ഖൈബർ യുദ്ധം തന്നെ മുസ്ലിങ്ങൾ കീഴ്പ്പെടുത്തുന്നു. ആ കോട്ടയും ആ നാടുമെല്ലാം മുസ്ലിങ്ങൾ കീഴ്പ്പെടുത്തുന്ന മനോഹരമായ കാഴ്ച. ഖൈബർ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വ പാടവം കൊണ്ട്, അവിടുത്തെ ധീരമായ പ്രതികരണങ്ങൾ കൊണ്ട് മാത്രം സാധ്യമായ വിജയമായിരുന്നു. ഫത്ഹ് മക്കയുടെ വേളയിൽ ആദ്യമായിട്ട് ഇസ്ലാമിൻ്റെ വെന്നിക്കൊടിയുമായിട്ട് മക്കയിലേക്ക് കടന്നു പോകാൻ പ്രവാചകനെ ഏൽപ്പിച്ചത് അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. ധീരതയുടെ പേരിൽ അവിടുത്തെ അക്ഷയഗനിയായ അറിവിൻ്റെ അക്ഷയപാത്രങ്ങളാൽ പ്രസിദ്ധനായ അലി റളിയല്ലാഹു അൻഹു. വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് സംഭവിക്കുന്നു. അലിയാർ തങ്ങളെ സംബന്ധിച്ചിടത്തോളം സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു അത്. മദീന കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അങ്ങാടിയിൽ നിന്ന് അലിയാർ തങ്ങൾ വരുമ്പോൾ ഭാര്യ ഫാത്തിമ ബീവി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ തൻ്റെ പ്രിയപ്പെട്ട പത്നി എന്നും അങ്ങാടിയിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന, സ്നേഹത്തോടെ കൂടെ ഇരിക്കുന്ന, പ്രണയാതുരമായി തന്നോട് സംസാരിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന അവൾ ഇന്ന് തന്നെ കാര്യമായിട്ട് നോക്കുന്നു പോലുമില്ല. ധൃതിയായിട്ട് അടുക്കള ജോലികൾ ചെയ്തു തീർക്കുകയാണ്. എല്ലാവരും തങ്ങൾ ചോദിക്കുന്നു, എന്ത് പറ്റി ഫാത്തിമ എന്ന്? ഫാത്തിമാവി പറയുന്നു,
എനിക്കിന്ന് നിങ്ങളൊന്നും നോക്കാൻ സമയമില്ല, ഞാനൊരു യാത്രക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്നെ കൊണ്ടുപോകുന്നില്ലേ? ഫാത്തിമ ബീവി മറുപടി പറയുന്നു, ഇല്ല, നിങ്ങളെ ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല. ഓക്കെ, ഇനി എന്നാണ് തിരിച്ചു വരുന്നത്? ഞാൻ ഖിയാമത്ത് നാളാവാതെ തിരിച്ചു വരുന്നില്ല എന്ന് ഫാത്തിമ ബീവി പറഞ്ഞുകൊണ്ട് അവരുടെ കണ്ടമിടറി കരഞ്ഞു പോവുകയാണ്. എന്തു പറ്റി ഫാത്തിമ, നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഫാത്തിമ ബീവി അവിടെ നിന്ന് മറുപടി പറയുന്നു, ഇന്നലെ ഉറക്കത്തിൽ പ്രവാചകൻ എൻ്റെ ഉപ്പ സ്വപ്നത്തിൽ വന്നിരുന്നു. ഒരുപാട് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്, കാണാൻ കൊതിയാകുന്നു എന്ന് പറയുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറഞ്ഞത് ഫാത്തിമ ബീവിയുടെ വിയോഗത്തിൻ്റെ വാർത്തയായിരുന്നു എന്നവർ നേരത്തെ തിരിച്ചറിയുന്നു. തൻ്റെ മുന്നിൽ ഓടിക്കളിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ നോക്കിയിട്ട് ആ നിമിഷം പൊട്ടിക്കരയുകയാണ്. ഞാൻ പോയാൽ എൻ്റെ മക്കളെ നോക്കണം അലി, അനാഥ മക്കളെ ചേർത്ത് പിടിക്കണം അലി എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി പൊട്ടിക്കരയുകയാണ്. മക്കൾക്കും ഭർത്താവിനും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് മുറിയിൽ കയറി വാതിലടക്കുകയാണ്. ഏറെ നേരം ദീർഘമായ നിസ്കാരവും ദിക്റുകളിലുമായിട്ട് കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഫാത്തിമ ബീവിയുടെ മരണവാർത്ത നാടും വീട്ടും ഒക്കെ അറിയുന്നു. തൻ്റെ പ്രിയപ്പെട്ട മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു ഖബറിൻ്റെ അടുത്തേക്ക് ആ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഖബറിനോട് അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്യമുണ്ട്, ഖബറെ, ഇന്നലെ വരെ എൻ്റെ അടുത്ത് കടന്നിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവളാണ്, അവൾ നീ ബുദ്ധിമുട്ടിക്കരുത് ഖബറെ എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഏറെ വേദനയോടെയാണ് ആ ദിവസം നേരിടുന്നത്. ഫാത്തിമ, നീ ഇല്ലാത്ത ലോകത്ത് ഒരുപാട് കാലം ജീവിക്കേണ്ടി വരുമോ എന്നെനിക്ക് ഭയമുണ്ട് ഫാത്തിമ. നീ ഇല്ലാത്ത ലോകം ഒട്ടും സുന്ദരമല്ല ഫാത്തിമ എന്ന് പറഞ്ഞ് കരയുന്ന അത്രമേൽ ധീരമായ, അത്രമേൽ പ്രിയപ്പെട്ട ഭർത്താവിനെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. 40 ആളുകൾ പിടിച്ചാൽ മാത്രം ഉയർത്താനാവുന്ന ഖൈബർ കോട്ടയുടെ വാതിലുകൾ സ്വയം ഒറ്റക്ക് ഉയർത്തിയ അലി റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയപ്പെട്ടവളുടെ മയ്യത്ത് ചുമക്കാനാവാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രം നമ്മുടെ കണ്ണുകളിലുണ്ട്. അത്രമേൽ പ്രിയപ്പെട്ട ദാമ്പത്യ ജീവിതമായിരുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രമേൽ പ്രിയപ്പെട്ട ഒരു പ്രണയ കഥ വേറെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരോടുകൂടെ നമ്മളെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.